ഷാരിനിറ്റി സ്പിരിച്വൽ ഹീലർ ആൻഡ് ടാരോ കാർഡ് റീഡർ. നമ്മളെല്ലാവരും ഡെയിലി കുളിക്കുമ്പോൾ നമ്മൾ പുറത്തത്തെ അഴുക്കും നമ്മൾ എല്ലാം പോയി നമ്മൾ നല്ല ഫ്രഷ് ആവും. നമ്മളെ മൈൻഡ്, സോൾ, സ്പിരിറ്റ് ഇത് ഫ്രഷ് ആവാൻ വേണ്ടി, ഇത് നല്ലൊരു ബാലൻസ്ഡായി നിൽക്കാൻ വേണ്ടി ദ വൺ വേ ഈസ് ഡു മെഡിറ്റേറ്റ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ നിങ്ങൾ ഇന്നർ ബോഡി, നിങ്ങളുടെ സോൾ, നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ മൈൻഡ് എല്ലാം വളരെ ഫ്രഷ് ആവും. എന്തുകൊണ്ടെന്നാൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ യൂണിവേഴ്സൽ ഡിവൈൻ എനർജി നമ്മുടെ ശരീരത്തിലേക്ക് എത്തുക ചെയ്യുന്നത്. നമ്മൾ കണക്റ്റഡ് ആവുന്നു യൂണിവേഴ്സൽ ഡിവൈൻ എനർജിയുടെ. അപ്പോൾ ശരീരത്തിലേക്ക് യൂണിവേഴ്സിന് ഡിവൈൻ എനർജി ഫ്ലോ ചെയ്ത് നിങ്ങളുടെ തലേൻ്റെ ഈ ഒരു പൊസിഷനിൽ നിന്ന് സഹസ്രാര ചക്ര ഇസ് എ ക്രൗൺ ചക്ര, ഇതിൽ നിന്ന് നേരെ പോകുന്ന സ്പൈനൽ കോഡിലേക്കാണ്. സ്പൈനൽ കോഡിൽ 7 ചക്രാസ് ഉണ്ട്. ഈ 7 ചക്രാസും ഡിവൈൻ എനർജി ആയിട്ട് ചാർജ് ആവും. അതിൻ്റെ അകത്തുള്ള എല്ലാ അഴുക്കങ്ങളും ബ്ലോക്കേജ് എല്ലാം പോയിട്ട് അത് നല്ല ചാർജ് ആവും. അങ്ങനെ ചാർജ് ആയിക്കഴിഞ്ഞാൽ നമ്മളിലുള്ള എല്ലാ അസുഖങ്ങൾക്കും, നമ്മളുടെ പ്രോബ്ലംസ് ഫിസിക്കലി, ഫിനാൻഷ്യലി, ഇമോഷണലി, റിലേഷൻഷിപ്പ്, ഇതിലെല്ലാം ഉള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ഉണ്ടെങ്കിൽ മെഡിറ്റേഷനിലൂടെ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ ക്ലിയർ ആക്കാൻ പറ്റും. ദ തിങ് ഹാവ് ടു ഡു ഇസ് യു മസ്റ്റ് ഡു ഇറ്റ് റെഗുലർലി. നിങ്ങളൊരു ഡെയിലി ഒരു റുട്ടീൻ ചെയ്യുന്നത് പോലെ തന്നെ ഇതും ചെയ്തുകൊണ്ടിരുന്നാൽ ഇറ്റ് ഈസ് വെരി ഈസി ടു ബാലൻസ് യുവർ ലൈഫിൻ്റെ ഏത് മേഖലയിലും സ്പിരിച്വലി ബാലൻസ് ആവാം, ഇമോഷണലി ബാലൻസ് ആവാം, മെറ്റീരിയലിസ്റ്റിക്കലി ബാലൻസ് ആവാം, ഫിനാൻഷ്യലി ബാലൻസ് ആവാം, ഫിസിക്കലി റിലേഷൻഷിപ്പിലും എല്ലാത്തിലും നിങ്ങൾക്കൊരു ബാലൻസ് കിട്ടും വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിറ്റേഷൻ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഡിറ്റേഷനാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് പ്ലേസിലിരിക്കുക, നിലത്തിരിക്കും, അത്രയും നല്ലത്. നിലത്തിരിക്കാൻ പറ്റില്ലെങ്കിൽ യു ക്യാൻ സിറ്റ് ഓൺ ചെയർ ഓർ യു ക്യാൻ സിറ്റ് ഓൺ ബെഡ്. കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക, കണ്ണടക്കുക. യു ക്യാൻ ജസ്റ്റ് കീപ്പ് എ ഹാൻഡ് ലൈക്ക് ദിസ്, യു നോ നീഡ് ടു ക്യാച്ച് ലൈക്ക് ദിസ്. ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമില്ല. ദിസ് ഈസ് എ റിസീവിങ് വേ. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കാം, ചമ്മണം പഠിച്ച് കൈ ഇങ്ങനെ വെച്ചിട്ട് ഇരിക്കുക. ആൻഡ് ക്ലോസ് യുവർ ഐസ് ആൻഡ് വിഷ്വലൈസ് എ വൈറ്റ് ബീം ഓഫ് ലൈറ്റ് ഇസ് ഫ്ലോയിങ് ഓൾ ഓവർ യുവർ ബോഡി. നിങ്ങളുടെ ബോഡിയിൽ മൊത്തം വൈറ്റ് ബീം ഓഫ് ലൈറ്റ് ഫ്ലോ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് വൈറ്റ് ബീം ഓഫ് ലൈറ്റ് ഇസ് യൂണിവേഴ്സൽ എനർജി, യൂണിവേഴ്സൽ ബ്ലെസ്സിങ്. കംപ്ലീറ്റ് ആ വൈറ്റ് ബോളിൻ്റെ അകത്താണ് നിങ്ങൾ ഇരിക്കുന്നത്. ആൻഡ് ഓൾസോ ആ വൈറ്റ് ബോൾ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്കും പോകുന്നു, നിങ്ങളെ സ്പൈനൽ കോഡിലേക്ക് പോകുന്നുണ്ട്, നിങ്ങളെ ചക്രാസിലേക്ക് പോകുന്നുണ്ട്, നിങ്ങളെ ഇടനാടി, പിംഗ്ലനാടി, സുഷ്മനാടിയിലേക്ക് എല്ലാം പോകുന്നുണ്ട്. കംപ്ലീറ്റ് നിങ്ങൾ ഇടനാടി, സുഷ്മനാടി ഒന്നും ചിന്തിക്കണം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ആ കംപ്ലീറ്റ് ആ വൈറ്റ് ലൈക്ക് അബ്സോർബ് പോകുന്നുണ്ടെന്ന് മാത്രം വിഷ്വലൈസ് ചെയ്താൽ മതി. ആൻഡ് ജസ്റ്റ് സിറ്റ് ഫോർ 5 to 10 minutes ഡെയിലി. ആൻഡ് വേറെ ഒന്നും വേണ്ട. നിങ്ങൾ കുറേ കണ്ടമാന തോട്ട്സ് വരുന്നെങ്കിൽ യു ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ബ്രീത്ത്. നിങ്ങൾ ശ്വാസത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ നിങ്ങൾ തോട്ട്സ് കുറച്ച് കുറഞ്ഞു കിട്ടും. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോട്ട്സ് കുറഞ്ഞു വരും. സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പലതും ചിന്തിക്കും. ഇറ്റ്സ് ഓക്കെ. ബട്ട് പലതും ചിന്തിക്കുന്ന സമയത്ത് ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ ബ്രീത്ത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തകൾ കുറഞ്ഞു കിട്ടും. ആൻഡ് 5 to 10 minutes വേറെ ഒന്നും ചിന്തിക്കണ്ട. നിങ്ങൾക്ക് അത് വേണം, ഇത് വേണം, അത് മാറണം, ഇത് മാറണം, ഒന്നും ചിന്തിക്കുക. ജസ്റ്റ് സിറ്റ് ഇൻ ദാറ്റ് എനർജി. ആ എനർജിയിൽ നിങ്ങൾ ഇരുന്നാൽ മാത്രം മതി. ഡു ദിസ് ഫോർ 21 to 41 days. നിങ്ങൾക്ക് മാറ്റങ്ങൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്നതാണ്.